ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നിൻ കഥ പറയൂ നീ പറയൂ. അതെ, പറയാൻ തന്നെ ഞാൻ വന്നത്. കാര്യം എന്താ? പിങ്കിയുടെ സ്റ്റാറ്റസ് കണ്ടായിരുന്നോ? അവക്കെന്താടി സ്റ്റാറ്റസിന് കുറവ്? കുലിയുടെ വീട്ടിലെ പെങ്കൊച്ചല്ലയോ? അയ്യോ എന്റെ മാക്കു, സ്റ്റാറ്റസ് ഉണ്ടാവുമല്ലോ. അതല്ല മാക്കു, പിങ്കിയുടെ വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടായിരുന്നോ? അതൊക്കെ ഞാൻ എന്തിനാ കാണാൻ നടക്കുന്നേ? കാണണം, അറിയണം. റിങ്കി ഇപ്പൊ എന്നെ വിളിച്ചിരുന്നു. പിങ്കിയുടെ സംസാരത്തിൽ എന്തോ കുഴപ്പമുണ്ട്, വാട്സാപ്പ് സ്റ്റാറ്റസ് ഒന്ന് നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കിയപ്പോഴല്ലേ ഇത് കേക്ക്. ഇനിയും അയ്യന്റെ ഓർമ്മകളെ വലിഞ്ഞു മുറുകുന്നുണ്ട് നീ, ഹൃദയം തേങ്ങുന്നുണ്ട്, കണ്ണ് നിറയുന്നുണ്ട്. അതാരാ അവളെ ഇങ്ങനെ അങ്ങനെ അങ്ങനെ വലിച്ചു ചുറ്റിയിരിക്കുന്നു? അത് തന്നെയാ ഞാൻ പറഞ്ഞത്. അത് നമുക്കൊന്നും അറിയണ്ടേ? എനിക്കൊന്നും പിടി കിട്ടുന്നില്ലടി. ഇവിടെ എവിടെയെങ്കിലും കാണുന്നുമില്ല. നമുക്ക് നോക്കിയാലോ? കാണുന്നില്ലേ? ഇല്ല. എന്താ പറ്റി അവക്ക്? അറിഞ്ഞൂടാ. എന്നാ പിന്നെ നമുക്ക് നോക്കാം. പിങ്കി, എന്താ പറ്റിയടി? എന്താ എന്താ പറ്റി മോളെ? എനിക്കൊന്നും പറ്റിയില്ല. നീ എന്താ വല്ലാതെ? എന്തെങ്കിലും വിഷമം ഉണ്ടോ? എന്തോന്ന് വിഷമം? എന്ത് മുഖമൊക്കെ വല്ലാതിരിക്കുന്നേ? എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരുന്നാ മതി. ഇച്ചിരി ഭക്ഷണം കഴിക്കാൻ കൂടെ. കഴിക്കാം. എനിക്ക് ഭക്ഷണം ഒന്നും വേണ്ട. ഇച്ചിരി കഴിയടി. എനിക്ക് ഫുഡ് വേണ്ട. എനിക്കൊന്ന് സമാധാനം തന്നാ മതി. എനിക്ക് എടി മോളെ, നിനക്ക് എന്തോ പറ്റി? എനിക്കൊന്നും പറ്റില്ല. എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, അത്രേ ഉള്ളൂ. പിങ്കി, ഓക്കേ. കുഴപ്പമില്ലേ? സാധാരണ അവൾ ഇങ്ങനെ മൂകയായിട്ട് നടക്കാറില്ല കൊച്ച്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നമുക്ക് നോക്കിയാലോ അവിടെ. ശ്രീകു, അവക്കെന്തോ സാരമായ പ്രശ്നമുണ്ട് കേട്ടോ. അത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. ഇനി കോളേജിലും വല്ല പ്രശ്നമായിരിക്കോ? ഏയ്, കോളേജ് പ്രശ്നമൊന്നും കാണത്തില്ല. കാരണം അവള് കോളേജ് പോകാറില്ലല്ലോ. അതും ശരിയാ. മണിക്കിട്ടോ? ആ മാമ ഇരിക്കെ. നീ പിങ്കിയെ വല്ലതും പറഞ്ഞ? ഇല്ല, ഞാനെന്താ പറയാന്? അല്ല, അവള് മുഖം അങ്ങനെ ദുഃഖഭാഗത്ത് നടക്കണുണ്ട്. ഞാനും അത് കണ്ടു മാമ. മാക്കു ശ്രദ്ധിച്ചായിരുന്നോ? രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവള് വന്നില്ല. ശരിയാ, ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് അവള് വന്നിട്ടില്ലെങ്കിൽ ഉറപ്പാ അവക്ക് എന്തോ ഉണ്ട്. ഇനി വല്ല പ്രേമനൈരാശ്യമാണോ? അവക്കാകെയുള്ള പ്രേമം എന്ന് പറഞ്ഞാൽ ആഹാരത്തോടാണ്. അല്ലാതെ മനുഷ്യരോടൊന്നും അങ്ങനെ പ്രേമമുള്ളതായിട്ട് നമ്മുടെ അറിവില്ല. എന്തായാലും വീട് ഉറങ്ങിയത് പോലെ. അതെ മാമ. അവളെ എനിക്ക് കല 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 കലാന്ന് പിന്നെ മാക്കു വീണ്ടും സ്റ്റാറ്റസ്. ആരുടെ? പിങ്കിയുടെ. പിങ്കിക്ക് പിന്നെ സ്റ്റാറ്റസ് കാണത്തില്ലയോ? എന്റെ കുടുംബത്തിലെ മെമ്പർ ഇല്ലയോ? അതല്ല, വാട്സാപ്പ് സ്റ്റാറ്റസ്. എന്താ കണ്ടോ? അണയാൻ പോകുന്നത് ഈ ആളിക്കത്തും. ആളിക്കത്തുമല്ലോ. എന്റെ മാക്കു, അതിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടാ. ഈ പ്രായത്തിലുള്ള പെമ്പിള്ളേര് ഇങ്ങനത്തെ സ്റ്റാറ്റസ് ഇട്ടാലേ അത് സൂക്ഷിക്കണം, അപകടവാ. ആ ഇടി, അതെ, നീ ചെന്ന് അവള് ആഹാരം കഴിക്കാൻ വിളിക്കാം. ചെല്ലേ, ഞങ്ങൾ അങ്ങോട്ട് വരാം. ശരി. ശ്രീകു, ആ ഒന്ന് വന്നേ. വരുന്നു. എന്തി അവളെന്തി? റൂമിലാ. വിളിക്ക്. പിങ്കി, മോളെ പിങ്കി, പിങ്കി, പിങ്കി. കഴിക്കാം. ഇരിക്കടി, മാമ ഇതങ്ങോട്ട് വെച്ച്. മാമ ഇച്ചിരി ചോറുണ്ട്.
മക്കളെ കഴിക്കും. കഴി കഴി. കഴിക്കടി. ഇങ്ങനെ നുള്ളിപ്പറക്കിക്കൊണ്ടിരിക്കല്ലേ, കഴിക്ക്. നീ എന്തോ ഇത് പടവും വരച്ചോണ്ടിരിക്കുന്നേ? അങ്ങോട്ട് വാരി കഴിക്കേ. കഴി മക്കളെ. എന്താ മോളെ? നിനക്ക് വയറിനോ വല്ല വയ്യായികയുണ്ടോ? എന്താ പറ്റിയേ? നീ മാമനോട് പറ. മക്കള് കഴിക്കേ കഴിക്കേ. ഒന്ന് മിണ്ടായിരിക്കുമെന്ന്. ഇല്ല, ഞങ്ങൾ ആരും മിണ്ടുന്നില്ല. നീ കഴിക്ക്. നമുക്ക് വേറെ വല്ലതും വേണോ? എനിക്കൊന്നും വേണ്ട, ഞാൻ ഒന്ന് കഴിച്ചോട്ടാ. കഴി 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 മക്കളെ. നിനക്ക് വയറിന് അസുഖം വല്ലതും ഉണ്ടോ? എനിക്ക് ഒരു കുഴപ്പമില്ല, എനിക്ക് വിശക്കുണ്ട്. അങ്ങനെ പോവല്ലേ പിങ്കി? എനിക്ക് വേണ്ട. ഇത് നമ്മുടെ പിങ്കി അല്ല. നമുക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ? എന്താന്ന് വെച്ചാൽ തുറന്നു പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. അതിപ്പോഴേ ചിലപ്പോ അവക്ക് ആഹാരം ഇഷ്ടപ്പെട്ട് കാണത്തില്ല. ശരിയായി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ജിലേബി ലഡ്ഡു ഇതൊക്കെ വാങ്ങിച്ചോണ്ട് കൊടുക്കാം. അത് മാത്രമല്ല മാമ, അവക്ക് ഈ പൊറോട്ട ഇറച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആണോ? എന്നാ പിന്നെ മാക്കു ചെന്ന് അതൊക്കെ വാങ്ങിച്ചോണ്ട് വാ. മാക്കു അല്ലേ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പൊ ഇഷ്ടമുള്ള ഒക്കെ വാങ്ങിച്ചോണ്ട് വാ. ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. നല്ലത്. എന്നാലും അവൾക്ക് എന്ത് പറ്റിയെന്നാണ്. മാമൻ കഴിക്കും.